നമസ്കാരം രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറിന് പ്രത്യേകിച്ച് കറികളോ തോരനോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പം പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പാൻ എടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ കടലപ്പരിപ്പ് ഒരു 2 ടീസ്പൂൺ എടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ചൊന്ന് കളർ മാറിയാൽ മതി. അതിനുശേഷം ഒരു 5 ചെറിയുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഒരു 1/4 ഇഞ്ച് വരുന്ന ഇഞ്ചി കൂടെ എടുത്തു. അത് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ ചിരകിയത് ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരണം, കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരണം. ആ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില, അതുപോലെ പുളി കുറച്ച് മതി, ചെറിയൊരു നെല്ലിക്കയുടെ ആ വലുപ്പത്തിലുള്ള പുളിയും, അതുപോലെ മുളക് പൊടി നമ്മൾ 1.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒരുപാട് സമയമൊന്നും ഇളക്കി കൊടുക്കണ്ട, ഒന്ന് മൂത്ത് വന്നാൽ മതി. അപ്പം അത് മൂത്ത് വന്നതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തത് ഞാനൊരു കപ്പിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. പൊടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പപ്പടം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം പപ്പടം നമ്മൾ നേരത്തെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇങ്ങനെ പപ്പടം കുറേ നേരം പുറത്ത് വെച്ചാൽ തണുത്ത് പോകില്ല, അതുപോലെ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സ്വാദാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തൈരും ഇതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട ചോറിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോ കാണാം. അതുവരെ ബൈ.